അപ്പം മക്കളെ, ഇന്ന് 22-ാം തീയതി രാത്രി നേരം വെളുക്കാൻ 12 മണി. അപ്പം നോയലിൻ്റെയും ഡിനിയുടെയും 2ാമത്തെ വെഡ്ഡിങ് ആനിവേഴ്സറിയാണ്. അപ്പോൾ മമ്മിയിലെ ഒരു ചുരിദാറ്, പിന്നെ ബുട്ടിക്കീന്ന് ഒരു ചുരിദാറ്, പിന്നെ ഞാൻ ഒരു വാച്ച്, പൂവിനൊരു പാൻറ് കൊടുക്കാം. ഇവിടുത്തെ ലൈറ്റ് ഇടാൻ വിളിച്ചിട്ട് കൊട്ടിയിട്ട് ലൈറ്റ് ഇട്ടോളൂ. ആ, ഹാപ്പി വെഡിങ് ആനിവേഴ്സറി. ആനിവേഴ്സറി വൈറ്റ് ലൈറ്റ് ഇടാമി. വൈറ്റ് കൊടുത്താ വെൽക്കം. ഇത് ചിറ്റയ്ക്ക് എൻ്റെ വേഗം അത് പിടിച്ചോ. ഇത് പൂവിന് എൻ്റെ വേഗം തേനാണ്. അടിപൊളിയല്ലേ? അത് കുഴപ്പമൊന്നുമില്ല. ഇനി മമ്മിയുടെ ഗിഫ്റ്റ് ഓപ്പൺ ചെയ്, ഡ്രസ് ഓപ്പൺ ചെയ്. വെൽക്കം. പൂവാണ്. പൂവ് ഞാൻ ഇവിടെ പോയിട്ടാണ് ഇത് വാങ്ങിച്ചേ. ഈ ഡ്രസ്സൊക്കെ വൈകുന്നേരം ഞങ്ങൾ ഒന്ന് വാങ്ങിച്ചിട്ട് വന്ന. അപ്പൊ എന്തായാലും ബർത്ത്ഡേക്ക് സർപ്രൈസ് ആയില്ല. പൂവിന് വയ്യാത്തോണ്ട് പൂവിന് വലിയ സർപ്രൈസ് ഇല്ല. ചിറ്റയ്ക്ക് എന്തായാലും സർപ്രൈസ് ആയി. പോകല്ലേ ചിറ്റ കൊടുത്ത് അതെടുക്കാം. ചിറ്റ കൊടുത്ത് കാണിക്ക്. പൊട്ടിച്ചള്ളല്ലേ നിങ്ങ? അവ ഒരുപാട് സാധനങ്ങൾ പൊതിഞ്ഞിട്ടൊന്നുമില്ല മോനെ. വയ്യാത്തതിന് വീട് പോയി മക്കളെ. ഞങ്ങൾക്കതൊന്നും ഇത് ക്ഷമയില്ല. ഇപ്പൊ തന്നെ പൊട്ടിക്കണം. അമ്മ പൊട്ടിക്കിട്ടടാ. ഏറ്റവും ഇഷ്ടപ്പെട്ട ഫോട്ടോ അപ്പൊ അത് കഴിഞ്ഞു. ഞാൻ തുതിർത്ത് എന്തോരം പൊതിഞ്ഞ് റെഡിയാക്കി തന്നെ വീട്ടിലേക്ക് കുളിച്ചോണ്ട്. നല്ല സാധനം. മിഠായ അത് തനിച്ചിരി വായിച്ചാൽ മതി. അതെ. അതേപോലെ മക്കളെ കല്യാണത്തിന്റെ അന്ന് 2 വർഷത്തിന് മുന്നും ആശുപത്രി കയറി ഇറങ്ങി പനിയായിട്ട്. ഇപ്പോഴും പനിക്കണില്ലെങ്കിലും തൊണ്ടവേദന ഭയങ്കര. ഇത് ചിറ്റ ഓർഡർ ചെയ്താ? അടിപൊളിയായിട്ട് കഴിക്കുന്നുള്ളത്.
ഫോട്ടോഷൂട്ടുകൾ അങ്ങനെ. മിഠായി തിന്ന് നടക്കും കൊറേ മിഠായി ഉണ്ട്. പെർഫ്യൂം പിന്നെ മിഠായി, ഡയറി മിൽക്ക്, കിറ്റ്കാറ്റ്, പിന്നെ കാർഡ്, ടീഷർട്ട്. ഓക്കെ. ഫോട്ടോ ഫ്രെയിം അടിപൊളി. ആ ലുക്കിന് വരാതിരിക്കാൻ ആ ലുക്കിനെ എടുത്ത് വെച്ചിട്ടുണ്ട് മൊട്ടത്തല. ഓക്കെ, നെക്സ്റ്റ് ബോക്സ്. ഒട്ടിച്ചൊട്ടി ചാവൂല, പനി കൂടി. അടിപൊളി. അമ്പോ അടിപൊളി സാധനമായിട്ടാ. അപ്പൊ ഇതോ നോക്കട്ടെ, അതൊക്കെ എടുക്കുക. തെർമോകോൾ ഷീറ്റ് മാറ്റിയിട്ട് എടുക്കണല്ലോ. അടിപൊളി സാധനം. ടൈം സെറ്റ് ചെയ്ത് ഇവിടെ അതിന്റെ മുകളിൽ പിടിപ്പിച്ചാൽ മതി. കറക്റ്റ് ആവും. അത് ഞാൻ കൊടുത്തോളാം. ഇത് പാന്റ്, അനിയന്റെ പാന്റ്, പച്ച കളറിലെ പാന്റ് വേണം പറഞ്ഞു. വൈകുന്നേരം അമ്മുന്റെ വീട്ടിൽ നിന്ന് മമ്മിയും ചിറ്റയും കൂടി കൊടുത്തതാണ്. മിഠായിയാണോ? കൊച്ചിന്റെ അടിയിൽ കണ്ടേ അടിപൊളി. വിത്ത് സ്റ്റാൻഡ്. അടിപൊളി. ഫുള്ള് റൂം അടിപൊളി. ഡയറി മിൽക്ക്. ഹലോ, എനിക്ക് വന്നു. ഓ എനിക്ക് വന്നേക്കണ് ചുക്കടി. സംസാരിക്കാൻ യു കിടന്നുറങ്ങ്. അതെ, ഇത് ചെയ്ത് വരുമ്പോ നേരെ ഒരുപാട്. അപ്പൊ ബാക്കിയുള്ളത് മക്കളെ വൈൻഡപ്പ് ചെയ്യാം. ഇന്നിപ്പോ ഇങ്ങനെ ഇരിക്കുന്ന രാത്രി നാളെ വൈൻഡപ്പ് ചെയ്യുന്നതായിരിക്കും അല്ലേ? അത് ഡയറി മിൽക്കാണ്. ഓക്കെ, പരിപാടികളൊക്കെ കഴിഞ്ഞു. അപ്പൊ ഓക്കെ അല്ലേ? ഫുഡ് കഴിക്കാനുണ്ട്. ഫുഡ് കഴിക്കാൻ വന്നേക്കണത് അഷ്ടമിച്ചിറ തന്നെയാണ്. അഷ്ടമിച്ചിറൊന്നും പോയില്ല. അതിലേക്ക് പോയില്ലല്ലേ? എന്താന്ന് വെച്ചാൽ ഓയില് ഞങ്ങളുടെ ഡ്രൈവറിന് സുഖമില്ലാത്ത കാരണം നമ്മളോട് സെറു വന്നിട്ടുണ്ട്. സെറിയിട്ടുണ്ട് ഞങ്ങളുടെ കൂടെ. ഓയിലാണ് വണ്ടി ഓടിച്ചത്. ഇത്ര ഡ്രൈവറിന് അത്രയും കൂടെ എക്സ്പീരിയൻസ്. മമ്മി അങ്ങനെ പറഞ്ഞ് അങ്ങനെ കൊച്ചാക്കരുതിട്ടാ. ഇല്ലാത്ത കാരണം ഇന്നലെ ലൈസൻസ് കിട്ടി. അതും ഒരു സർപ്രൈസ് ആണ് കേട്ടാ, സന്തോഷം. ഇന്നലെ 24-ാം തീയതി ലൈസൻസ് കിട്ടി. അപ്പൊ ആള് ഓക്കെ ആയി. തോക്കുന്നു പറഞ്ഞാ പോയ ലൈസൻസ് എടുക്കാൻ. പക്ഷെ ഉച്ച ഇപ്പൊ വിളി വന്നു, പാസ്സായി എന്നും പറഞ്ഞു. അപ്പൊ ഇനി നമുക്ക് വാ പോയി ഫുഡ് കഴിക്കാം. അപ്പൊ മക്കളെ, നമ്മ ഇഷ്ടപ്പെട്ടിലുള്ള അൽബുസ്താൻ കടയില വന്നേക്കണേ. മന്തി ഓർഡർ ചെയ്ത് ഇരിക്കുകയാണ്, വെയിറ്റ് ചെയ്ത്. പോരും അപ്പൊ മത്സരം ആരംഭിക്കുകയായി. ഇവിടെ ആദ്യമായിട്ട് തുടങ്ങിയോ? ആദ്യമായിട്ടല്ല, ഫസ്റ്റ് തന്നെ തുടങ്ങി. കഴിച്ചിട്ട് വരാം. സെറീറ്റൊക്കെ പകുതിയായി. അയ്യോ, തൊട്ടില്ലടാ. അപ്പൊ മക്കളെ, നമ്മള് ഇവരുടെ വെഡിങ് ആനിവേഴ്സറി ആയിട്ട് പോയി പുറത്ത് പോയി ഭക്ഷണമൊക്കെ കഴിച്ച് പിറ്റേ ദിവസം ഉണ്ടായി വീഡിയോ ഇടണേ. എന്താന്ന് വെച്ചാൽ പിറ്റേ ദിവസം എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും വയ്യ. ഇപ്പം മമ്മിക്കാണെന്നുണ്ടെങ്കിൽ ശരീരം കൈയൊക്കെ പിന്നെയും വേദന
തുടങ്ങി. അപ്പോൾ ആ അസ്വസ്ഥതയിലിരിക്കണം. പിന്നെ അതെ എനിക്ക് ഇഞ്ചക്ഷൻ ചെയ്തോണ്ട് ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ബ്ലഡില് കൗണ്ട് കൂടുതല്. അപ്പൊ പിന്നെ തൊണ്ടവേദന പനി അതൊക്കെ ആയിരുന്നു. അങ്ങനെയൊക്കെ ആയതുകൊണ്ട് വീഡിയോ മര്യാദക്ക് എടുക്കാൻ പറ്റിയില്ല. ഇത്തിരി വൈകി. എല്ലാത്തിനും ക്ഷമ ചോദിച്ചുകൊണ്ട് ഈ വീഡിയോ ഇത്രയുള്ളൂ. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കേ.